നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ആർദ്രമായി ആത്മുള്ള സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിശ്വാസത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വിശ്വാസം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അതിന് പല ഘട്ടങ്ങളുമുണ്ട്. അപ്പൊ ആദ്യം ബിലീഫ് എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും നമ്മുടെ പാസ്റ്റ് എന്നുള്ള ഇൻഫ്ലുവൻസ് കാരണം ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള വിശ്വാസമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് സ്വയം അത് അനുഭവമില്ല. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു അന്ധമായിട്ടുള്ള ഒരു വിശ്വാസം എന്ന് തന്നെ പറയാം. നമ്മുടെ ജീവിതത്തിലെ പല വിശ്വാസവും, മെജോറിറ്റി വിശ്വാസങ്ങളും ശരിക്കും അന്ധവിശ്വാസങ്ങളാണ്. നമ്മൾ അന്ധവിശ്വാസങ്ങൾ എന്ന് തമാശയ്ക്ക് മറ്റുള്ളവരെ കളിയാക്കുന്നുണ്ടെങ്കിൽ നമുക്കും എല്ലാവർക്കും അന്ധവിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഈ ജേഴ്സി ഇട്ടിട്ട് കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഇന്നത്തെ കളി നന്നാവും. ഇപ്പൊ ജേഴ്സി മാറ്റാൻ തോറ്റും. അല്ലെങ്കിൽ കളിക്കാൻ ക്രിക്കറ്റിന് ഉപയോഗിക്കുന്ന ബാറ്റ്, അല്ലെങ്കിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ചരട് കിട്ടുക, കളിക്കുന്നതിന് മുമ്പ് ഒരു മന്ത്രം ചെല്ലുക, ഇതെല്ലാം എല്ലാവരും ഉള്ളിലുണ്ട്. ഒട്ടും ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്കും ഈ തരത്തിലുള്ള അന്ധവിശ്വാസമുണ്ട്. ശരിക്കും ഈശ്വരവിശ്വാസം ഇല്ലായക തന്നെ ഒരു അന്ധവിശ്വാസമല്ലേ? എന്തിനാണ് ഒരു കാര്യം ഇല്ല എന്നുള്ളത് വിശ്വസിക്കുന്നത്? അത് തന്നെ ഒരു അന്ധമായിട്ടുള്ള ഒരു വിശ്വാസമല്ലേ? നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യത്തിന് ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നത് അതും ഒരു അന്ധമായിട്ടുള്ള ഒരു ബിലീഫ് അല്ലേ? നമ്മൾ ഈ ലോകത്തിലെ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ സ്റ്റെപ്പിൽ നിന്നും ബിലീഫിൽ നിന്നും നമ്മൾ ട്രാൻസെൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുന്നു. ട്രസ്റ്റ് എന്ന് പറയും. ട്രസ്റ്റ് വർത്തി. അപ്പൊ അവിടെ നമുക്ക് അനുഭവത്തിലൂടെ ഉള്ള ഒരു വിശ്വാസം. ഒരു ഉദാഹരണം എടുക്കാം. സഹജമാർഗത്തിലേക്ക് ഒരാൾ വരുന്നു. എന്തായിരിക്കും കാരണം? കൂട്ടുകാരൻ വിളിച്ചിട്ട് വന്നതാണ്. കുറെ പ്രാവശ്യം കൂട്ടുകാരൻ വിളിച്ചു. പിന്നെ തന്നെത്താനെ വരാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് തന്നെ വരാൻ തുടങ്ങിയത്? കാരണം തൻ്റെ ഉള്ളിലുള്ള മാറ്റങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവിടെ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റമിലുള്ള ട്രസ്റ്റ്, ബാഹ്യമായിട്ടുള്ള ഒരു ട്രസ്റ്റാണ്. പലപ്പോഴും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും ഉപയോഗം ഉണ്ടായിട്ടുണ്ടാവുക. ഞാൻ ഇതുവരെ ലഭിക്കാത്ത ഒരു പ്രൊമോഷൻ കിട്ടി. കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുട്ടികൾ ഉണ്ടാവാൻ തുടങ്ങി. ശരിയായി കുട്ടികളുണ്ടായി.
അങ്ങനെ പലതരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള മാറ്റങ്ങൾ വരും. അപ്പോൾ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. സുഹൃത്തുക്കളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ വിഷമഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന സുഹൃത്തുക്കളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അത് പെട്ടെന്ന് പോവാം. ഏതെങ്കിലും സമയത്ത് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ അവർക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ, അവർക്ക് അവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ട്രസ്റ്റ് വർത്തിയല്ലാതെ കണക്കാക്കുന്നു. നമ്മളതിന്റെ പുറകിലുള്ള കാരണങ്ങളൊന്നും അന്വേഷിക്കില്ല. ഭർത്താവ് ഭാര്യയെ ട്രസ്റ്റ് ചെയ്യുന്നത് ഇല്ലാണ്ടാവുന്നു, ഭാര്യ ഭർത്താവിനെ ട്രസ്റ്റ് ചെയ്യുന്നത് ഇല്ലാതെ വേറെ ആരെയും പറഞ്ഞു കേൾക്കുമ്പോൾ, അപ്പൊ അവിടെയും ഒരു ഫ്രാക്ചർ വരാനുള്ള സാധ്യത. വീണ്ടും നമ്മൾ പഴയ ചിന്തകളിലേക്ക് കണക്ട് ചെയ്യും. ഇത് തൽക്കാലം പുതിയൊരു അനുഭവമാണ്, അതിലൂടെ കടന്നു പോകുന്നു. പക്ഷേ പഴയ കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. സയന്റിഫിക് ആയിട്ടുള്ള വിശ്വാസങ്ങൾ എങ്ങനെ കണക്കാക്കാം? സയന്റിഫിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെയധികം പ്രാഗൽഭ്യമുള്ള ആൾക്കാർ, അത് മാത്രം സയൻസിനെ മാത്രം വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ തുടരെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് പഴയ വിശ്വാസങ്ങൾ കടന്നു വരും. ഹോസ്പിറ്റലുകളിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ രോഗികൾ വരാതിരിക്കുക, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ ചിലപ്പോൾ പൂജകളൊക്കെ നടത്തുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉപഗ്രഹ വിക്ഷേപണം വീണ്ടും ഫെയിൽ ചെയ്തപ്പോൾ ജോത്സ്യരെ കണ്ട് ഉപദേശം തേടിയിട്ടുള്ള ശാസ്ത്രജ്ഞരുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സയന്റിഫിക് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പൂജ നടത്തും. ശരിക്കും ഒരു ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങുകയെന്ന് വെച്ച്, ഓപ്പറേഷൻ തിയേറ്റർ അത്രയും ക്ലീൻ ആവണം. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ പൂജ നടത്തി കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റെറിലൈസ് ചെയ്യണം. ആ പൂജ ചെയ്ത സ്ഥലത്ത് പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത്രയും പരിശുദ്ധമായ ഒരു പൂജ നടത്തിയ സ്ഥലമല്ല, ഇനി എന്താ അവിടെ ഒന്നും ചെയ്യണ്ട, നേരെ അങ്ങോട്ട് കയറിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തോളൂ. പൊടിയൊക്കെ കളയണം, പുക കളയണം. അപ്പൊ അവിടെ പരിശുദ്ധി വന്നില്ല, അത് നമുക്ക് തന്നെ അറിയാം. പക്ഷേ ഒരു അന്ധമായിട്ടൊരു വിശ്വാസം നമ്മൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മുടെ ട്രസ്റ്റ് ഫെയിൽ ചെയ്യും. നമ്മൾ ഭാഗ്യമായിട്ടുള്ളൊരു ട്രസ്റ്റ് കാണിക്കുന്നു, ഉള്ളിൽ ഇപ്പോഴും പഴയ കണക്ഷൻസ് നിലനിൽക്കും. അതുകൊണ്ട് സുഹൃത്ത് ബന്ധങ്ങൾ ഇത് തന്നെയാണ്. ഒരു സുഹൃത്ത് നമ്മളെ വഴി കാണിച്ചു തരികയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഇഷ്ടമാണെങ്കിൽ പറയും, നീ പറയുന്നത് ശരിയല്ല, ഞാനിത് ചെയ്യും. അപ്പോൾ സുഹൃത്തിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല, മാസ്റ്ററെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് മാസ്റ്റർ നീ പറഞ്ഞ ആ ട്രസ്റ്റ് പോകും. അതുവരെ ഞാൻ ട്രസ്റ്റ് ചെയ്തു, പക്ഷെ ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് മറികടക്കേണ്ട ആവശ്യം. കാരണം എന്താണ്? ട്രസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പുറമെയാണ്. ഉള്ളിലുള്ള എൻ്റെ താഴേക്ക് പൊള്ളിയുന്ന പേഴ്സണാലിറ്റീസ് അവിടെ കിടക്കുകയാണ്. അപ്പൊ ദാജി കഴിഞ്ഞ ഭണ്ഡാര സന്ദേശത്തിൽ സംശയത്തിന്റെ ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ശരിക്കുള്ള ജ്ഞാനത്തിനെ പ്രകടമാക്കാതിരിക്കാൻ തടസ്സം നിൽക്കുന്നത് നമ്മുടെ മനസ്സിന്റെ മൂവ്മെന്റ്സിനെ രണ്ടു തരത്തിൽ പുള്ളി ചെയ്യുന്നു. സംശയം എന്നത് ആ പാസ്റ്റിന്റെ പുള്ള അവിടെ തന്നെ നിൽക്കുന്നു. അപ്പൊ ഇത് മറികടക്കുന്നത്, ട്രസ്റ്റ് മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ തന്നെ സെൽഫായിട്ട് അതിന്റെ അടിത്തറ വിശ്വാസം കണ്ടെത്തേണ്ട ആവശ്യമില്ല. എനിക്ക് വേറെ ബാഹ്യമായുള്ള സപ്പോർട്ടൊന്നും ആവശ്യമില്ല. എന്തായാലും ഞാൻ ഇത് തന്നെ ചെയ്യും. മഹാത്മാഗാന്ധിജി ലോകം മുഴുവൻ എതിർത്തിട്ട് കൂടിയും അഹിംസാ സിദ്ധാന്തത്തെ പിടിച്ചു നിന്നു. അതാണ് ഫെയ്ത്ത് എന്നുള്ളത്. ഫെയ്ത്ത് ഇസ് മൈ ക്രീഡ് എന്നാണ് മഹാത്മാഗാന്ധി ചെയ്തത്. സ്വഭാവം മാത്രമല്ല, എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നേച്ചർ അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഫെയ്ത്തിനെ കുറിച്ചിട്ട് ഇനി വരുന്ന സെഷൻസിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം.